ലൂക്കോസ് എഴുതിയ ഈസാ അൽ മസീഹിന്റെ പരിശുദ്ധ ഇഞ്ചീൽ അധ്യായം 8. അതിനുശേഷം ഈസ മദീനകളിലും ഖരീയകളിലും യാത്ര ചെയ്ത് അള്ളാഹുവിന്റെ രാജ്യത്തെപ്പറ്റിയുള്ള ഇഞ്ചീൽ അറിയിച്ചു. ഈസയോടുകൂടെ 12 സ്വഹാബികളും ഉണ്ടായിരുന്നു. റൂഹുൻ നജസുകളിൽ നിന്നും ദീനങ്ങളിൽ നിന്നും ശിഫയാക്കപ്പെട്ട ചില ഹുറുമകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരിൽ 7 റൂഹുൻ നജസ് വിട്ടുപോയ മഗ്ദലനക്കാരി മറിയവും ഹെരോദേസിന്റെ മുശറഫായ കൂസായുടെ ബീവി യോഹന്നയും സൂസന്നയും മറ്റു പല ഹുർമകളും ഉൾപ്പെട്ടിരുന്നു. ഇവർ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഈസക്കും അവന്റെ സ്വഹാബികൾക്കും ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരുന്നു. പല മദീനകളിൽ നിന്നും തന്റെ കലിമ കേൾക്കാൻ വന്നുകൂടിയ വലിയൊരു ജനക്കൂട്ടത്തോട് മസ്അലയിലൂടെ ഈസ പറഞ്ഞു. ഒരിക്കൽ ഒരു കൃഷിക്കാരൻ വിത്ത് വിതക്കാൻ പുറപ്പെട്ടു. വിതക്കുമ്പോൾ കുറച്ച് വിത്ത് വഴിയരികിൽ വീണു. അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ തിന്നുകയും ചെയ്തു. വേറെ കുറച്ച് വിത്ത് പാറമേൽ വീണു. മുളച്ചു വളർന്നപ്പോൾ വെള്ളമില്ലാതിരുന്നത് കൊണ്ട് ഉണങ്ങിപ്പോയി. വേറെ കുറച്ച് വിത്ത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്നു മുളച്ചു അതിനെ ഞെരുക്കിക്കളഞ്ഞു. വേറെ കുറച്ച് വിത്ത് നല്ല മണ്ണിൽ വീണു. അത് വളർന്ന് 100 മേനി ഫലം കൊടുത്തു. തുടർന്ന് ഈസ ഉച്ചത്തിൽ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ മസ്അലയുടെ മാന എന്തെന്ന് സ്വഹാബികൾ ഈസയോട് ചോദിച്ചു. ഈസ പറഞ്ഞു, അള്ളാഹുവിന്റെ രാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാൻ നിയമത്തിൽ ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്കോ അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും അവർ കേട്ടിട്ടും മനസ്സിലാകാതിരിക്കുന്നതിനുമായി അവ മസ്അലകളിലൂടെയാണ് ഞാൻ അറിയിക്കുന്നത്. മസ്അലയുടെ മാന ഇതാണ്: വിത്ത് അള്ളാഹുവിന്റെ കലിമയാണ്. ചിലർ കലിമ കേട്ടെങ്കിലും അവർ ഈമാൻ അർപ്പിക്കുകയോ ഇഖ്ലാസിലാവുകയോ ചെയ്യാതിരിക്കുവാൻ ഇബ്ലീസ് വന്ന് അവരുടെ കൽബുകളിൽ നിന്ന് കലിമ എടുത്തു കളയുന്നു. ഇവരെയാണ് വഴിയരികിൽ വീണ വിത്ത് സൂചിപ്പിക്കുന്നത്. പാറയിൽ വീണ വിത്ത് എന്നതോ കലിമകൾ കേൾക്കുമ്പോൾ സഹാദത്തോടെ അത് കബൂലാക്കുന്നവരെ സൂചിപ്പിക്കുന്നു. പക്ഷേ അവർക്ക് വേരുകളില്ല. അവരുടെ ഈമാൻ താൽക്കാലികമാണ്. എന്നാൽ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അവർ ഈമാൻ വിട്ടുപോകുന്നു. കലിമ കേൾക്കുന്നവരെങ്കിലും ജീവിതത്തിന്റെ വിവിധ ഫിക്റുകളാലും സമ്പത്തിനാലും ദുനിയാവിലെ സുഖഭോഗങ്ങളാലും അതിനെ ഞെരുക്കിക്കളയുന്നു. അത് പൂർണ്ണമായി വളരുന്നില്ല. ഇതാണ് മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത് സൂചിപ്പിക്കുന്നത്. നല്ല മണ്ണിൽ വീണ വിത്ത് ഖൈറും മുസ്തഖീമായ കൽബും ഉള്ളവരെ സൂചിപ്പിക്കുന്നു. അവർ കലിമ കേട്ട് ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചു വെച്ച് സബൂറായി വലിയ വിളവ് നൽകുകയും ചെയ്യുന്നു. വിളക്ക് കത്തിച്ചിട്ട് ആരും പിഞ്ഞാണം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വെക്കുകയോ ചെയ്യുന്നില്ല. അതിനു പകരം പുരക്കകത്ത് വരുന്ന എല്ലാവർക്കും വെളിച്ചം കാണാൻ വിളക്കുകാലിന്മേലാണ് വെക്കുന്നത്. വെളിപ്പെടാതെ രഹസ്യമായിരിക്കുന്നത് ഒന്നുമില്ല. വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നതും ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളവന് പിന്നെയും കിട്ടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് പോലും എടുത്തു കളയും. ഈസയുടെ ഉമ്മയും അഹ്മാരും അവനെ കാണാൻ വന്നു. എന്നാൽ ജനക്കൂട്ടം മൂലം അവന്റെ കരീബിലെത്താൻ കഴിഞ്ഞില്ല. അങ്ങയുടെ ഉമ്മയും അഹ്മാരും അങ്ങയെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് ചിലർ ഈസയെ അറിയിച്ചു. ഈസ ഇജാബത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ കലിമ കേൾക്കുകയും അതനുസരിച്ചുള്ള അമല് ചെയ്യുകയും ചെയ്യുന്നവരാണ് എൻ്റെ ഉമ്മയും അഹ്മാരും. ഒരു ദിവസം ഈസയും സ്വഹാബികളും തോണിയിൽ കയറി, നമുക്ക് തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാമെന്ന് ഈസ പറഞ്ഞു. അവർ പുറപ്പെട്ടു. അവർ തോണി തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈസ ഉറങ്ങിപ്പോയി. അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി. തോണിയിൽ വെള്ളം കയറി. അതിനാൽ അവർ വലിയ അപകടത്തിലായി. അവർ ഈസയുടെ ഖരീബിൽ വന്ന്, യാ സയ്യിദ്, യാ സയ്യിദ്, ഞങ്ങൾ മുങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് ഈസയെ ഉണർത്തി. ഈസ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവ നിലച്ചു, എല്ലാം ശാന്തമായി. ഈസ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഈമാൻ എവിടെ? അവർ ബേജാറായി തമ്മിൽ അജബായി പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റിനോടും വെള്ളത്തിനോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ. അതിനുശേഷം അവർ ഗലീലിയയിൽ നിന്ന് തടാകത്തിന്റെ എതിർവശത്തുള്ള ഗരസേനരുടെ നാട്ടിലെത്തി. ഈസ കരക്കിറങ്ങിയപ്പോൾ റൂഹുൻ നജ്സ് ബാധിച്ച ഒരാൾ ആ മദീനയിൽ നിന്ന് ഈസയുടെ നേരെ വന്നു. വളരെ കാലമായി അവൻ ഉടുപ്പ് ഉടുക്കാറില്ലായിരുന്നു. പുരയിൽ അല്ല, ഖബർസ്ഥാനിലാണ് അവൻ താമസിച്ചിരുന്നത്.
ഈസയെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് ഈസയെ കാൽക്കൽ സുജൂദ് ചെയ്ത് ഉച്ചത്തിൽ പറഞ്ഞു, യാ ഈസ, അലീമായ ഇബ്നുള്ള, നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ അദാബിലാക്കരുത് എന്ന് ഞാൻ അങ്ങയോട് ത്വലബ് ചെയ്യുന്നു. അവനിൽ നിന്ന് പുറത്തു പോകാൻ റൂഹുൻ നജിസിനോട് ഈസ കൽപ്പിച്ചിരുന്നതിനാലാണ് അവൻ ഇങ്ങനെ പറഞ്ഞത്. പലതവണ റൂഹുൻ നജസ് അവനെ പിടികൂടിയിരുന്നു. ചങ്ങലകളും കാൽവിലങ്ങുകളും കൊണ്ട് ബന്ധിച്ച് അവനെ കാവലിൽ സൂക്ഷിച്ചിരുന്നുവെങ്കിലും അതെല്ലാം തകർക്കുകയും വിജന സ്ഥലങ്ങളിലേക്ക് റൂഹുൻ നജസ് അവനെ ഓടിക്കുകയും ചെയ്യുമായിരുന്നു. ഈസ അവനോട്, നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. ലഗിയോൺ എന്ന് അവൻ പറഞ്ഞു. കാരണം അനേകം റൂഹുൻ നജസുകൾ അവനിൽ കൂടിയിരുന്നു. പാതാളത്തിലേക്ക് പോകാൻ അവരോട് കൽപ്പിക്കരുതെന്ന് അവർ ഈസയോട് യാചിച്ചു. അവിടെ അടുത്തുള്ള കുന്നിൻ ചെരുവിൽ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. അവയിൽ കടക്കുവാൻ അവരെ അനുവദിക്കണമെന്ന് അവർ യാചിച്ചു. ഈസ അനുവാദം കൊടുത്തു. അപ്പോൾ റൂഹുൻ നജസുകൾ ആ ഇൻസാനെ വിട്ട് പന്നികളിൽ കടന്നപ്പോൾ പന്നികൾ കുന്നിൻ ചെരുവിലൂടെ തടാകത്തിലേക്ക് കുതിച്ചു പാഞ്ഞ് മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചു കൊണ്ടിരുന്നവർ ഈ സംഭവം കണ്ട് ഓടിച്ചെന്ന് മദീനയിലും ഖരീയകളിലും വിവരം അറിയിച്ചു. അവിടെ സംഭവിച്ചത് കാണാൻ ജനങ്ങൾ പുറപ്പെട്ട് ഈസയുടെ ഖരീബിൽ വന്നു. റൂഹുൻ നജസുകൾ ഒഴിഞ്ഞുപോയ ആ മനുഷ്യൻ ഉടുപ്പുകൾ ധരിച്ച് സുബോധത്തോടെ ഈസയുടെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് അവർ ബേജാറായി. റൂഹുൻ നജസുകൾ ബാധിച്ചവൻ എങ്ങനെയാണ് ശിഫയായതെന്ന് അതുകണ്ട ആളുകൾ മറ്റുള്ളവരോട് വിവരിച്ചു പറഞ്ഞു. അവരെ വിട്ടുപോകണമെന്ന് ഗരസേനരുടെ ഖരീയകളിലെ ജനങ്ങളെല്ലാവരും ഈസയോട് ത്വലബ് ചെയ്തു. കാരണം അവർ ഒരുപാട് പേടിച്ചിരുന്നു. ആയതിനാൽ ഈസ തോണിയിൽ കയറി മടങ്ങിപ്പോന്നു. റൂഹുൻ നജസുകൾ വിട്ടുപോയ ആ മനുഷ്യൻ ഈസയുടെ കൂടെ പോകുവാൻ അനുവാദം ചോദിച്ചു. എന്നാൽ ഈസ അവനെ തിരിച്ചയച്ചുകൊണ്ട് പറഞ്ഞു, നീ നിന്റെ പുരയിലേക്ക് തിരിച്ചുപോയി അള്ളാഹു നിനക്കു വേണ്ടി ചെയ്തതെന്തെന്ന് അവരോട് അറിയിക്കുക. അങ്ങനെ അവൻ പോയി ഈസ തനിക്കു വേണ്ടി ചെയ്ത കാര്യങ്ങൾ മദീന മുഴുവൻ അറിയിച്ചു. ഈസ മടങ്ങി വന്നപ്പോൾ ജനക്കൂട്ടം ഈസയോട് സആദത്തോടെ മർഹബ പറഞ്ഞു. കാരണം എല്ലാവരും ഈസയെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിയിലെ മുക്രിയായ ജായിറോസ് എന്നു പേരുള്ളൊരു ഇൻസാൻ വന്ന് ഈസയുടെ കാൽക്കൽ സുജൂദ് ചെയ്തു തന്റെ പുരയിലേക്ക് ചെല്ലണമെന്ന് ത്വലബ് ചെയ്തു. കാരണം 12 വയസ്സുള്ള അവന്റെ ഏക മകൾ സക്കറാത്തിൻ മൗത്തിന്റെ വക്തിലായിരുന്നു. ഈസ പോകുമ്പോൾ ജനക്കൂട്ടം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അന്ന് 12 കൊല്ലമായി രക്തസ്രാവമുണ്ടായിരുന്നവളും തന്റെ പണം മുഴുവനും ഹക്കീമുകൾക്ക് കൊടുത്തിട്ടും ആർക്കും ശിഫയാക്കാൻ കഴിയാതിരുന്ന ഒരു ഹുർമ അവരുടെ ഇടയിലുണ്ടായിരുന്നു. അവൾ പിന്നിലൂടെ ഈസയുടെ ഖരീബിൽ വന്ന് മേൽക്കുപ്പായത്തിന്റെ അറ്റം തൊട്ട ഉടനെ അവളുടെ രക്തസ്രാവം നിന്നു. ഈസ ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, യാ സയ്യിദ്, ജനക്കൂട്ടം ചുറ്റും കൂടി അങ്ങയെ തിക്കുകയാണല്ലോ. ഈസ പറഞ്ഞു, ഒരാൾ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് കൂവത്ത് പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. മറഞ്ഞിരിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി ആ ഹുർമ വിറയലോടെ വന്ന് ഈസയുടെ കാൽക്കൽ വീണു. താനാണ് അവനെ തൊട്ടതെന്നും എന്തിനാണ് തൊട്ടതെന്നും അപ്പോൾ തന്നെ എങ്ങനെ ശിഫയായെന്നും സകല ജനവും കേൾക്കെ പറഞ്ഞു. ഈസ അവളോട്, മകളെ, നിന്റെ ഈമാൻ നിന്നെ ശിഫയാക്കിയിരിക്കുന്നു, സലാമത്തോടെ പോവുക എന്ന് പറഞ്ഞു. ഈസ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിലെ മുക്രിയായ ജായിറോസിന്റെ ബൈത്തിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മൗത്തായി, മുഅല്ലിമിനെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട. ഈസ അത് കേട്ട് അവനോട് ഇജാബത്ത് പറഞ്ഞു, ബേജാറാകേണ്ട, ഈമാൻ അർപ്പിക്കുക, അവൾ ശിഫയാകും. ഈസ ജായിറോസിന്റെ ബൈത്തിൽ എത്തിയപ്പോൾ തന്നോടുകൂടെ അകത്തു കടക്കാൻ പത്രോസിനെയും യൂഹന്നയെയും യാക്കൂബിനെയും കുട്ടിയുടെ ഉപ്പയെയും ഉമ്മയെയും അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. എല്ലാവരും അവളെ ഓർത്ത് കരയുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ഈസ പറഞ്ഞു, കരയേണ്ട, അവൾ മൗത്തായിട്ടില്ല, ഉറങ്ങുകയാണ്. എന്നാൽ അവൾ മൗത്തായെന്നറിഞ്ഞിരുന്നത് കൊണ്ട് അവർ ഈസയെ മക്കാറാക്കി. ഈസ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, മകളെ, എഴുന്നേൽക്കുക. അപ്പോൾ അവളുടെ റൂഹ് തിരിച്ചു വന്നു. ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു. അവൾക്ക് എന്തെങ്കിലും ഒജീനം കൊടുക്കാൻ ഈസ കൽപ്പിച്ചു.
അവളുടെ ഉപ്പ-ഉമ്മമാർ അജബിലായി. എന്നാൽ സംഭവിച്ചത് ആരോടും പറയരുതെന്ന് ഈസ അവരോട് കൽപ്പിച്ചു.